ഹായ് ഗെയ്സ്, ചേട്ടായി ബ്ലോഗ് വീഡിയോയിലേക്ക് ചേട്ടായി ഇന്ന് പുനലൂര് ഒരു യാത്രയിലാണ്. രാവിലെ തന്നെ ട്രെയിനിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. അങ്ങനെ മംഗലാപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ബസ്സിനുള്ള യാത്രയിലാണ്. ഏകദേശം മംഗലാപുരത്ത് നിന്ന് കൊല്ലം എത്താൻ 1.5 മണിക്കൂർ എടുക്കും. കൊല്ലത്ത് വന്ന് ചെന്നതിന് ശേഷം പിന്നെ അവിടുന്ന് പുനലൂരിലേക്കാണ് യാത്ര. അങ്ങനെ കേസ് കൊല്ലത്തെത്തി ട്രെയിനിൽ കയറി ഇനി പുനലൂര് വണ്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പുനലൂര് പോണ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നമ്മുടെ പ്രിയപ്പെട്ട ബിൻസാദ് പുനലൂര് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ. അങ്ങനെ ചേട്ടായി പുനലൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ആണ് ബിൻസാദിനെ കാണാനായിട്ട് പോകുന്നത്. പുനലൂര് ഗവൺമെന്റ് ആശുപത്രിയിലാണ് ബിൻസാദ് ഉള്ളത്. അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ചേട്ടായി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരു ആട്ടോ വിളിച്ചു. ആട്ടയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ബിൻസാദിനെ കാണണം, ബിൻസാദിനെ സന്തോഷപ്പെടുത്തണം. ബിൻസാദിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മുടെ സ്നേഹതീരത്തുള്ള ഒരു സഹോദരിയും കണ്ട്. സുചിത്രയും ഹസ്ബൻഡുമാണ്. സുചിത്രയുടെ ഹസ്ബൻഡിന് കാലാണ് പ്രശ്നം. ഇതാണിപ്പോൾ ഉള്ള അവസ്ഥ. അങ്ങനെ സുചിത്രയും ഹസ്ബൻഡും ഇവിടെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ സാർ? കുറവുണ്ട്. അങ്ങനെ എത്ര ദിവസമായി ഹോസ്പിറ്റലായിട്ട്? എത്ര ദിവസം? 10 ദിവസം. എനിക്ക് 10 ദിവസം ഹോസ്പിറ്റലിലാണ്. നമ്മളൊക്കെ അറിയുന്ന ഒരു വലിയൊരു കലാകാരനാണ്. അവസ്ഥ ഇപ്പൊ ഇതാണ്, വളരെ മോശമായ അവസ്ഥ. കോമഡിയിലൂടെയും സിനിമാ സീരിയലിലൂടെയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത, ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു കലാകാരനാണ്. 50 പേരുടെ സൗണ്ട് ഒരുമിച്ചെടുക്കുന്ന ഒരു കലാകാരൻ ബിൻസാദ് പുനലൂർ. ബിൻസാദിനെ വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ കേസ് ഹോസ്പിറ്റലിൽ വന്ന് ബിൻസാദിനെ കണ്ടു. ബിൻസാദുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൻസാദിന്റെ കാലിന്റെ അവസ്ഥയാണ്. ഒരു വലിയൊരു കലാകാരനാണ്. ബിൻസാദിനെ കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം തന്നെയാണ്. കാര്യം അവന്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. കാര്യം ആരും ഒരു സഹായത്തിന് വരെ ഇല്ലാത്ത ഒരവസ്ഥയിൽ അവനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ വിഷമമായിട്ട് ചേട്ടായിക്ക് തോന്നി. ചേട്ടായി ചെറിയൊരു സഹായം ചേട്ടായി ചെയ്തിട്ടുണ്ട്. ബിൻസാദിനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ചേർത്ത് പിടിക്കാം. നല്ല മനസ്സുള്ള നിങ്ങൾ ഓരോരുത്തരും ബിൻസാദിനെ നിങ്ങളെ കൊണ്ടൊക്കണ രീതിയിൽ ചെറിയൊരു സഹായം ബിൻസാദിനെ ചെയ്യണം. നമ്മൾ ദിനം നമ്മൾ ഒരുപാട് പൈസകൾ നമ്മൾ ആവശ്യമില്ലാതെയൊക്കെ ചിലവാക്കുന്നുണ്ട്, ആവശ്യത്തിനും ചിലവാക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഒക്കണ ചെറിയൊരു സഹായമെങ്കിലും ബിൻസാദിന് നിങ്ങൾ നൽകണം. ബിൻസാദിന്റെ അക്കൗണ്ട് നമ്പറും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ സഹായം ബിൻസാദിന് അത്യാവശ്യം തന്നെയാണ്. കാര്യം 1 മാസം എങ്കിലും ബിൻസാദിന് ഒരു ജോലിക്കോ ഒന്നിനും പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനായ ബിൻസാദിനെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. ഓക്കെ ഗേയ്സ്,